friends, welcome back to Winnie's Viral Videos. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ്. നമ്മൾ ഒരു വ്ളോഗറുടെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു നല്ലൊരു ക്യാമറ മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലിൻ്റെ ക്യാമറ ആണ്. ആദ്യമായിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസും എടുത്തിരിക്കുന്നത് മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അപ്പം പല മൊബൈൽസും യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും അത് ഇങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ആദ്യമേ യൂസ് ചെയ്തിരുന്നത് റെഡ്മിയുടെ മൊബൈലായിരുന്നു. അതിനുശേഷം സാംസങ്ങിൻ്റെ M31 യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ പുതിയൊരു മൊബൈൽ മേടിച്ചു. ഒരു സോണിയുടെ സെൻസറുള്ള മൊബൈൽ മേടിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സോണി സെൻസറുള്ള റിയൽമിയുടെ 9 Pro Plus ഞാൻ റീസെൻ്റായിട്ട് ലാസ്റ്റ് മന്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറ മേടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ആക്ഷൻ ക്യാമറ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഗോപ്രോയോ Insta360 ഒന്നും മേടിക്കാനായിട്ട് ഇപ്പം നിലവിൽ പറ്റില്ല. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ക്യാമറയാണ്. ഞാൻ ഫീഡ്ബാക്ക് നോക്കി റിവ്യൂ നോക്കിയപ്പോഴൊക്കെ അതിനെപ്പറ്റി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ്. നമ്മുടെ ബജറ്റിനുള്ളിൽ തന്നെ കിട്ടുന്നൊരു നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ചിരിക്കുന്ന മൊബൈൽ, റിയൽമിയുടെ 9 Pro Plus. ഇത് സോണിയുടെ സെൻസറാണ് ഉള്ളത്, സോണി IMX766. ഇത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, 50 MP ആണ്. അപ്പം ഇത് നല്ല അടിപൊളി ക്യാമറ ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. സോണി സെൻസർ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും വന്നിരിക്കുന്ന പാർസൽ ഞാനൊന്ന് ഓപ്പൺ ആക്കുകയാണ്. ഇതാണ് ക്യാമറ. കാസിൻ്റെ CS6 എന്ന് പറയുന്ന മോഡലാണ്. 4K ക്യാമറയാണ്. ഇത് 24 MP ആണ്. 170 ഡിഗ്രി വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യുവൽ സ്ക്രീൻ ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീൻ ഉണ്ട്. പിന്നെ 128 GB മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറേ ആക്സസറീസ് കിട്ടുന്നുണ്ട്. ഇതാണ് ക്യാമറ, ഡ്യുവൽ സ്ക്രീൻ ആണ്. ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ട്, ബാക്കിൽ ഡിസ്പ്ലേ ഉണ്ട്. 4K ആണ്. ഇത് ഓൾറെഡി അതിൻ്റെ വാട്ടർ പ്രൂഫ് കേസിനകത്താണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ആക്സസറീസ് ആണ്. നമുക്ക് ഇത്രയും ആക്സസറീസ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജിങ് കേസ് ഉണ്ട്, ബാറ്ററി ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ മെയിനായിട്ട് മൈക്ക്, ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മൈക്ക്, റിമോട്ട്. ഇതാണ് ട്രൈപോഡ് സ്റ്റാൻഡ്, ചെറിയ ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇത്രയും ആക്സസറീസ് ആണ് നമ്മൾ ഈ ക്യാമറ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതാണ് എൻ്റെ യൂസർ മാനുവൽ. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെമ്മറി കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. 4K റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ സാംസങ്ങിൻ്റെ ഒരു മെമ്മറി കാർഡ് മേടിച്ചിട്ടുണ്ട്, 128 GB. ഇത് 4K റെക്കോർഡിംഗ് ഉള്ളതാണ്, ആക്ഷൻ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 130 MB/s റെക്കോർഡിംഗ് സ്പീഡുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിപ്പം ഉള്ളത് വാട്ടർ പ്രൂഫ് കേസിനകത്താണ് ഇതുള്ളത്. ഫ്രണ്ടിലൊരു ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ബാക്കിൽ ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ ഇതാണ് ക്യാമറ.
സൈഡിൽ നമുക്ക് ചാർജിങ് പോർട്ട്, മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ട്രൈപോഡ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൈപോഡ് മൗണ്ട് ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ സെറ്റിങ്സ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെയാണ് ബാറ്ററി ഇടുന്നത്. ഇവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. പിന്നെ ഇത് ടച്ച് സ്ക്രീനാണ്, ഫുൾ ടച്ച് സ്ക്രീനാണ്. ഇപ്പം ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഈ സൈഡിലെ ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ തന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ നമുക്ക് ഓൺ ആയിട്ട് വരുന്നുണ്ട്.